ബാഗ് തപ്പിയപ്പോഴാണ് നമുക്കൊരു ഫ്രോഗ് കിട്ടിയത്. ലൂർ ഫാക്ടറി ഏതോ ഒരു ഫ്രോഗ്. എന്നാ പിന്നെ വരാലിനെ പിടിക്കാൻ പോകാന്ന് വിചാരിച്ചിട്ട് ഇവരെ ക്രോസ് ഫയർ എന്നുള്ള റോഡ് കൊടുത്തിട്ട് നമ്മളറിയും. ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് കുറ്റിമേലും തെങ്ങുമേലൊക്കെ ഫോൺ വെച്ചിട്ട് നമ്മൾ പൊരിഞ്ഞ് ഒരു മീനും അടിച്ചില്ല. നല്ല വെയില്, ഒന്നും കിട്ടൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത്, വേഗം വീട്ടിൽ പോവാ. വരണ വഴിക്കാണ് നമ്മളെ ക്യാമറമാൻ വെള്ളത്തിൽ. എന്താ കാര്യം അന്വേഷിച്ചപ്പോൾ ഇന്നലെ വെച്ച കൂട് കാണാൻ ഒഴുക്കൊണ്ട് ഒഴുകി പോയിന്ന് പറഞ്ഞു. കൂട് മൂപ്പര് തപ്പിയെടുത്തിരുന്നു. കൂട്ടിലാണെങ്കിൽ ഒരു ജയിൻ്റെ ഒരു ഞണ്ട്. ഇന്നലെ രാത്രി കോഴിപ്പാട്സ് കോർത്ത് വെച്ചതാണ്. കരക്കലെത്തിയിട്ട് ഞണ്ട് തിന്നെ. കൂടാതെ 3-4 ഞണ്ട് വേറെ ഉണ്ട്. ഇവനാണ് സഞ്ജയ്. കോളേജിലത്തെ പിള്ളേർ വിശ്വസിക്കണില്ല ഞണ്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഇന്നേം കൂട്ടണം എന്ന് പറഞ്ഞതാണ്. പാവം കുട്ടികളെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞണ്ടിനെ നമ്മൾ വല്ല പുറത്തിറക്കിയിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾക്ക് പുഴയിൽ ഞണ്ട് സുലഭമായിട്ട് കിട്ടും. മടയിൽ ഇറങ്ങി വരുന്ന ഐറ്റങ്ങളാണ്. കൂടാകുമ്പോൾ റിസ്ക് ഇല്ല. രാവിലെ വെക്കുക, വൈകുന്നേരം എടുക്കുക, വൈകുന്നേരം വെക്കുക, രാവിലെ എടുക്കുക. ഞണ്ടിനെ കെട്ടുന്ന പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഭദ്രമായിട്ട് തന്നെ മൂപ്പരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യും. 3 ഞണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ചെറിയ ഞണ്ടിനെ നമ്മൾ വിട്ടുകൊടുത്ത് കവറിലാക്കിയിട്ട് ഞങ്ങൾ വരെ